നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അതിരൂപതയിലെ വിവിധ സംഘടനകളുടെയും പേരിൽ മുഴുവൻ പാടശേഖര സമിതിയുടെ സുഹൃത്തുക്കളുടെ പേരിൽ സംഘടനാ ഡയറക്ടർമാരുടെ പേരിൽ കൃത്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് മലയാള മാസം ചിങ്ങമൊന്നാണ്, വർഷാരംഭമാണ്. സമൃദ്ധിയുടെ ഒരു തിരുനാളായി കേരള ജനത ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മളൊരു ആഘോഷത്തിന് വേണ്ടി ഒത്തുകൂടിയവരല്ല, അത് നേടിയെടുക്കുന്നത് വരെ ആൾക്കൂട്ടം തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ. നിങ്ങളിവിടെ ഓരോരുത്തരെ രാഷ്ട്രീയത്തിന് ഒക്കെ അതീതമായിട്ട് ഒരു ദേശത്തിന് വേണ്ടിയിട്ട്, ദേശത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ നെല്ലറയായിരുന്നു എന്ന് നമ്മൾ അഭിമാനപരം പറയുന്നത്. നെല്ലറ മാത്രമല്ല, കുട്ടനാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം നൽകിയ സ്ഥലം കൂടിയാണ്. കൃഷി ചെയ്യുവാൻ ബുദ്ധിമുട്ടുകൾ, കൃഷി ചെയ്താൽ തന്നെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട വില കിട്ടാതെ വരിക, ഇങ്ങനെ ഈ ദേശത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് ഉയർത്തിക്കാട്ടാൻ നമ്മുടെ ചുമതലയാണ്, നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളാരും അത്ഭുതപ്പെടേണ്ട. പിതാക്കന്മാർക്ക് ഇവിടെ വന്ന് നിരാഹാര സമരത്തിൽ ഇരിക്കാനായിട്ടുള്ള ധാർമ്മികമായ അവകാശവും ഉത്തരവാദിത്വവും ഉണ്ട്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു, നീതിക്ക് വേണ്ടി വിശുദ്ധുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവന് നീതി ലഭിക്കും. ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയോ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവ പരിഹരിക്കുവാനായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ ഭരിക്കുന്ന സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് അധികാരികൾ വേണ്ടത്ര ഈ മർദ്ദിത ജനതയുടെ കാര്യത്തിൽ, ഈ കഷ്ടപ്പെടുന്ന ജനതയുടെ കാര്യത്തിൽ, ഈ പാവപ്പെട്ട കർഷകരുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രകാരമുള്ള തകർച്ച ഉണ്ടായിരിക്കുന്നത്. കുട്ടനാടൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ ധർണയും ഉപവാസ സമരവും നടത്തുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഹൃദയമായ കുട്ടനാടിൽ ഈ ഒരു കവിത അവരുടെ ജീവിതാനുഭവത്തിന്റെ നേർക്കാഴ്ചയാണ്. മനോഹരമായ പ്രകൃതി, കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, എന്നാൽ അതൊന്നും യഥോവിധം ഉപയോഗിക്കുവാൻ ഈ നാളുകളിൽ കുട്ടനാടൻ ജനസമൂഹത്തിന് കഴിയുന്നുണ്ടോ എന്നത് നമുക്കറിയാം. മഹാത്മാഗാന്ധിജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിച്ചത് വിപ്ലവ സമരത്തിലൂടെയല്ല, സഹന സമരത്തിലൂടെയാണ്. ഇന്നിന്റെ അവരുടെ തറയിപ്പിതാവ് നടത്തിയിരിക്കുന്നത് ഈ കുട്ടനാടിന്റെ മോചനത്തിന് വേണ്ടി അധികാരികളുടെ, ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായ കൊള്ളയ്ക്കെതിരെ സുശക്തമായ ഒരു നിലപാടെടുത്ത് അതുപോലെ തന്നെയുള്ള ഒരു സഹന സമരമാണ്. തന്നെ 4 വെള്ളപ്പൊക്കം കഴിഞ്ഞു, 5ാമത്തെ വെള്ളപ്പൊക്കം ആരംഭിച്ചു എന്ന് തോന്നുന്നു. എടത്വാ പാലത്തിന്റെ താഴെ നോക്കിയാൽ അറിയാൻ സാധിക്കും ആ വെള്ളം പൊങ്ങി വരുന്നത്. ശരിയായ രീതിയിൽ ജീവിച്ചേ മതിയാവൂ എന്ന് നമുക്കറിയാം. കുട്ടനാടിന്റെ സാംസ്കാരിക പൈതൃകവും കുട്ടനാടിന്റെ കലാ പൈതൃകവും കുട്ടനാടിന്റെ പ്രകൃതി ഭംഗിയും ഒന്നും നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഇടയാവരുത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ നെല്ലറയായിരുന്ന കുട്ടനാട് ഇന്നും അത് പൂർണ്ണമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കാർഷിക വൃത്തിയും കർഷക പ്രേമവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഈ സമര പരിപാടിയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിനെതിരല്ല നമ്മൾ, ഭരണവർഗത്തിനെതിരല്ല നമ്മൾ, നേതാക്കൾക്ക് എതിരല്ല നമ്മൾ. പക്ഷേ ഇന്ന് കുട്ടനാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുകയോ അതിനെ ബോധപൂർവം മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന നേതൃത്വമാണ്, ഭരണകൂടമാണ് നമുക്കുള്ളതെങ്കിൽ അവരെ കണ്ണു തുറപ്പിക്കുവാനും അവരെ
പ്രവർത്തന നിരതരാക്കുവാനുമുള്ള ഒരു പരിശ്രമമാണ് ഈ 2018 മുതൽ നമ്മുടെ അതിരൂപതയുടെയും വിവിധ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ നടക്കുന്നത് എന്നതാണ് നമുക്ക് ഈ സമൂഹത്തോടോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തോടോ ഒക്കെ നമുക്ക് പറയുവാനുള്ളത്.